അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ യാത്ര ഇന്നാണ്. ആക്സിയം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റാണ് ശുഭാംശു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ശുഭാംശു ഉൾപ്പെടെയുള്ള 4 പേരെയും കൊണ്ട് പേടകം കുതിച്ചുയരുക. 6 തവണ തീയതി മാറ്റി നിശ്ചയിച്ച ശേഷമാണ് ആക്സിയം വിക്ഷേപണത്തിന്റെ പുതിയ തീയതി തീരുമാനിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയും ഒക്കെയാണ് വിക്ഷേപണം വൈകിച്ചത്. ആക്സിയം കുതിച്ചുയരുന്നതോടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരാൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുകയാണ്. ഉത്തർപ്രദേശുകാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. നാസയുടെയും ISROയുടെയും സഹകരണത്തിന്റെ ഭാഗമായാണ് ശുഭാംശുവിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര. അമേരിക്കൻ കമ്പനിയായ ആക്സിയമിന്റെ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാംശു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണ് 4 പേരുടെയും യാത്ര. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാംശുവാണ് മിഷൻ പൈലറ്റ്. ഇന്ത്യയ്ക്ക് വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായകമായ പരീക്ഷണങ്ങളാണിവ. ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാംശുവിന് സാധിക്കുന്നതോടെ ഗഗൻയാൻ പദ്ധതിക്കും അത് നേട്ടമാകും. ബഹിരാകാശത്ത് ഏറെ പരിചയസമ്പത്തുള്ള നാസയുടെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സമാണ് മിഷന്റെ തലപ്പത്ത്. പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സോവോസ് ഉസാൻസ്കിയും ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ ടിബർ കാബുവും മിഷൻ സ്പെഷ്യലിസ്റ്റുമാരാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് ആക്സിയം 4 മിഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.